സിന്ദൂരരേഖ ഭാഗം 81. അവൾ കണ്ണു തുറന്ന് കിടക്കുകയാണ് എന്ന് മനസ്സിലാക്കിയതും മനു അവളുടെ ദേഹത്തു നിന്നും നീങ്ങിക്കിടന്നു. അമ്മാളു അപ്പോഴും ആകെയൊന്നും മനസ്സിലാവാത്ത അവസ്ഥയിലായിരുന്നു. മനു അവളുടെ അടുത്തു നിന്ന് എഴുന്നേറ്റ് നിന്നു. അവിടെ ആകെ നിറഞ്ഞു നിൽക്കുന്ന സീരിയൽ ലൈറ്റിന്റെ നേരിയ പ്രകാശത്തിൽ അവൾക്ക് അവനെ വ്യക്തമായി കാണാനാകുന്നുണ്ടായിരുന്നു. അവൾ അവന്റെ മുഖത്തേക്ക് നോക്കിയ അതേ നിമിഷം തന്നെ അവൻ അവൾക്ക് നേരെ കൈനീട്ടി. യാതൊരു മടിയും കൂടാതെ അവൾ ആ കൈയിൽ പിടിച്ച് കട്ടിലിൽ എഴുന്നേറ്റിരുന്നു. മെനി മോർ ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. അവൾ കട്ടിലിൽ എഴുന്നേറ്റിരുന്നതും അവൻ വീണ്ടും പറഞ്ഞു. അവൻ അങ്ങനെ പറഞ്ഞതും അവനെ നോക്കി നിറഞ്ഞൊന്ന് പുഞ്ചിരിക്കുക എന്നല്ലാതെ മറ്റൊരു മറുപടി പറയാനും അമ്മാളുവിന് അന്നേരം തോന്നുന്നുണ്ടായിരുന്നില്ല. പക്ഷേ അങ്ങനെ അവന്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുമ്പോഴും അവളിൽ അപ്പോഴും അവിശ്വസനീയതയും ആശ്ചര്യവുമായിരുന്നു. കാരണം ഇന്ന് തന്റെ ബർത്ത്ഡേ ആണ് എന്ന കാര്യം ഇന്നലെ വൈകുന്നേരം കിടക്കുന്നതിന് മുൻപ് കലണ്ടർ നോക്കിയപ്പോഴാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഇവിടെ ആർക്കും അതറിയില്ല എന്നൊരു ഭാവമായിരുന്നു തനിക്ക്. പക്ഷേ ചിലപ്പോൾ ശ്രീയമ്മയ്ക്ക് അതറിയാനാവുമായിരിക്കും. കാരണം തൻ്റെ എല്ലാ പിറന്നാൾ ആഘോഷത്തിനും അച്ഛൻ ശ്രീയമ്മയെ വീട്ടിലേക്ക് വിളിക്കുകയും ഒരുമിച്ച് ആഘോഷിക്കുകയും ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും മനു ഇതെങ്ങനെ അറിഞ്ഞു എന്നുള്ളൊരു സംശയമായിരുന്നു അവളിൽ. മനുവേട്ടൻ എങ്ങനെ? അവൻ്റെ കയ്യിലിരിക്കുന്ന തൻ്റെ കൈകളിൽ ഒന്ന് മുറുക്കിക്കൊണ്ട് അവൾ അവനോടായി ചോദിച്ചു. അവളുടെ ചോദ്യത്തിൽ മനു അവളുടെ കയ്യിൽ പിടിച്ചൊന്ന് വലിച്ചു. പെട്ടെന്നൊന്ന് ഞെട്ടിപ്പോയെങ്കിലും കട്ടിലിൽ നിന്ന് താഴേക്ക് തെന്നിയിറങ്ങിയിരുന്നു. പക്ഷേ അവൾ നിലത്തേക്ക് വീണു പോകുന്നതിന് മുന്നേ തന്നെ അവളുടെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ച് മനു അവളെ തൻ്റെ ദേഹത്തേക്ക് ചേർത്ത് നിർത്തി. അവൻ്റെ ചെയ്തികളും ചുണ്ടിലെ പുഞ്ചിരിയും കള്ളത്തരം ചെയ്യുമ്പോൾ ഉള്ളതുപോലുള്ള മുഖഭാവവും ഒക്കെ കണ്ട് അമ്മാളും അവനെ കൂർപ്പിച്ചു നോക്കി. ഹാപ്പി ബർത്ത്ഡേ മിസ്സസ് സംസ്കൃതി മാനവ് വർമ്മ. അവൻ വീണ്ടും അത് തന്നെ പറയുന്നത് കേട്ടതും അമ്മാളു അവൻ്റെ നെഞ്ചിലേക്ക് മുഖം അമർത്തി. താങ്ക് യു. അവനെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് അവൾ അവനോടായി പറഞ്ഞു. അങ്ങനെ തന്നെ അവളെ പൊക്കിയെടുത്ത് അവൻ അവിടെ വെച്ചിരുന്ന കുഞ്ഞു കേക്ക് മറുകൈയിലെടുത്തു. മുറിക്ക്. അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ പറഞ്ഞതും അമ്മാളു അവനെ ഇമ്മ ചിമ്മാതെ നോക്കുകയായിരുന്നു. അവൻ്റെ കയ്യിൽ നിന്ന് കേക്ക് വാങ്ങി അത് ടേബിളിലേക്ക് വെച്ചുകൊണ്ട് അവൾ അവൻ്റെ കൈയും കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് കേക്ക് മുറിച്ചു. മനു അവളുടെ പിന്നിലൂടെ പുണർന്നുകൊണ്ട് അവളുടെ തോളിൽ താടി കുത്തി നിന്നു. അമ്മാളു അങ്ങനെ തന്നെ നിന്നുകൊണ്ട് കേക്ക് മുറിച്ച് കുറച്ച് അവൻ്റെ വായിലേക്ക് വെച്ച് കൊടുത്തു. തൻ്റെ വായിലേക്ക് കൊണ്ടുവന്ന അവളുടെ കൈയും കൂടി അവനൊന്ന് കടിച്ചു. ആ! അമ്മാളു അങ്ങനെ തന്നെ തൻ്റെ കൈ വലിച്ചെടുത്തു. ഓ, എൻ്റെ കൈയും കൂടി കടിച്ചെടുത്തു എന്ന് തോന്നുന്നല്ലോ, ദുഷ്ടൻ. അമ്മാളു ആ നേരിയ സീരിയൽ വെളിച്ചത്തിലും നോക്കി അവനെ മുഖം വീർപ്പിച്ചു. അതിന് അവളോട് മറുപടിയൊന്നും പറയാതെ അവൻ അവളുടെ കവിളിൽ അമർത്തി ഒരു ഉമ്മ കൊടുക്കുകയാണ് ചെയ്തത്. എനിക്ക് വേറെ ഗിഫ്റ്റൊന്നും ഇല്ലേ? കുറച്ചു നേരം കഴിഞ്ഞിട്ടും അവൻ ഈ കേക്ക് മുറിക്കുന്നതല്ലാതെ മറ്റൊന്നും തനിക്ക് വേണ്ടി കരുതിയിട്ടില്ല എന്ന് മനസ്സിലാക്കിയതും അമ്മാളു അവനോട് തമാശ എന്ന പോലെ ചോദിച്ചു. അത് കേട്ടതും ഇതൊന്നും പോരെ എന്ന മുഖഭാവമായിരുന്നു അവനിൽ. ഏയ് ലുക്ക്, ഐ അറേഞ്ച്ഡ് ഓൾ ദീസ്. നിനക്ക് വേണ്ടി നീ പോലും അറിയാതെ കേക്ക് വാങ്ങി, ഇതൊക്കെ സെറ്റ് ചെയ്തു. ഇത്രയൊക്കെ പോരെ നിനക്ക്? നോ. അവൻ്റെ ചോദ്യം കേട്ടപ്പോൾ തന്നെ അമ്മാളു അതിന് നോ എന്ന് ഉത്തരം പറഞ്ഞു. മാത്രമല്ല അവൻ തന്നിൽ നിന്ന് എന്തൊക്കെയോ ഒളിപ്പിക്കുന്നുണ്ട് എന്നും അവൾക്ക് തോന്നി. അത് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് അവനോട് ഒറ്റ വാക്കിൽ അവൾ അങ്ങനെ ഒരു ഉത്തരം കൊടുത്തതും. ദെൻ വാട്ട് യു വാണ്ട്? നിന്നെ മതി. തമാശയോടെയാണ് സംസാരിക്കുന്നതെങ്കിലും പെട്ടെന്ന് അവൻ അങ്ങനെ ചോദിച്ചപ്പോൾ അമ്മാളു വല്ലാതെ ഇമോഷണലായി പോയിരുന്നു. അതുകൊണ്ട് തന്നെ നിന്നെ മതി എന്ന് പറഞ്ഞു തീർന്നപ്പോൾ തന്നെ അമ്മാളു അവൻ്റെ അടുത്തേക്ക് വന്ന് അവനെ ഇറുകെ പുണർന്നു. ഐ ഫീൽസ് ടു നീഡ് യു അമ്മു. പക്ഷേ ഇപ്പോഴല്ല. എൻ്റെ മനസ്സിലിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ തിങ്ങി നിറഞ്ഞു നിൽക്കുവാണ്. ഈ സമയത്ത് സ്വന്തമാക്കാൻ എനിക്ക് ആഗ്രഹമില്ലാതിരുന്നിട്ടല്ല, പക്ഷേ മനസ്സതിന് അനുവദിക്കുന്നില്ല. എൻ്റെ മനസ്സിലും നീ മാത്രം നിറഞ്ഞു നിൽക്കുന്ന സമയത്ത്, ശരീരവും മനസ്സും ഒരുപോലെ നിന്നിൽ അലിഞ്ഞു ചേരണം എന്ന് കരുതുന്ന സമയത്ത് നിന്റെ അനുവാദം പോലും ചോദിക്കാതെ നിന്നെ ഞാൻ സ്വന്തമാക്കിയിരിക്കും. അവളോട് പറയുന്ന അവൻ്റെ ചെറിയൊരു ശ്വാസം മാത്രം കലർന്നിരിക്കുന്ന വല്ലാതെ വശ്യത തീർത്ത ആ ശബ്ദം അവൾ ഏതോ ഗർത്തത്തിൽ എന്നതുപോലെയാണ് കേട്ടത്. ഇന്ന് വരെ അവൻ ഇത്രയും ഓപ്പണായിട്ട് ഇത്രയും റൊമാൻറ്റിക് ആയിട്ട് തന്നോട് ഒരു കാര്യങ്ങളും സംസാരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അവൻ്റെ ഓരോ വാക്കുകളും അവളിൽ കുളിരായി തീരുകയായിരുന്നു. അമ്മാളുവിന് അവനെ എത്ര പുണർന്നിട്ടും മതിയാവാത്തത് പോലെ തോന്നി. വീണ്ടും വീണ്ടും അവൾ അവനിലേക്ക് ഒട്ടിച്ചേർന്ന് നിന്നു. ആൻഡ് ഐ ഹാവ് എ സർപ്രൈസ് ഫോർ യു. കുറച്ചു നേരം അങ്ങനെ തന്നെ അവൻ്റെ ദേഹത്തേക്ക് ചേർന്ന് അവനെ പുണർന്നു നിൽക്കുന്നതിനിടയിൽ അവൻ അവളുടെ തലയിൽ തലോടിക്കൊണ്ട് വീണ്ടും പറഞ്ഞു. അത് കേട്ടതും അത് നേരത്തെ അറിയാവുന്നതുപോലെ അമ്മാളു അവൻ്റെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിയോടെ ചിരിച്ചു. കം. അത് പറഞ്ഞ് അവളുടെ കൈയിലേക്ക് തൻ്റെ കൈ ചേർത്ത് വെച്ചുകൊണ്ട് അവൻ അവളുമായി മുന്നിലേക്ക് നടന്നു. അവൻ്റെ കൂടെ അങ്ങനെ മുന്നിലേക്ക് നടന്നുവെങ്കിലും അവൻ അങ്ങനെ നടക്കുന്നത് കണ്ടിട്ടും എങ്ങോട്ടാണ് പോകുന്നതെന്നൊരാകാംക്ഷ അവളിൽ അപ്പോഴും ബാക്കിയുണ്ടായിരുന്നു. ഐ ഹാവ് നെവർ പെർമിറ്റഡ് എനിവൺ ടു ദിസ് റൂം.
But now, with my full heart, I am inviting you to my soul. തൻ്റെ മാത്രം സ്വകാര്യതയായ തൻ്റെ കാര്യങ്ങൾ മാത്രം സൂക്ഷിക്കുന്ന മറ്റാരെയും കയറാൻ അനുവദിക്കാത്ത അവന് മാത്രം സ്വന്തമായ അവൻ്റെ സ്വന്തം ആത്മാവിലേക്ക് അവൻ അവളെ സ്വാഗതം ചെയ്യുകയായിരുന്നു. അവൻ പറയുന്ന ഓരോ വാക്കുകളും അമ്മാളുവിൻ്റെ ഉള്ളിൽ മഞ്ഞുനീർ തുള്ളി വന്ന് വീഴുന്നത് പോലെ പതിക്കുന്നുണ്ടായിരുന്നു. അത്രയും ആകാംക്ഷയോടെയും അത്ഭുതത്തോടെയും അമ്മാളു അവനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. വാ. വീണ്ടും തൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുന്നവളെ അവൻ അകത്തേക്ക് വിളിച്ചു. അവൻ വീണ്ടും വിളിച്ചപ്പോൾ മാത്രമാണ് അമ്മാളു മുഖത്തു നിന്നുള്ള നോട്ടം മാറ്റി മുറിയിലേക്ക് നോക്കുന്നത്. ഒറ്റ നോട്ടത്തിൽ ഒന്നാകെ ആ മുറി അവളൊന്ന് കണ്ണോടിച്ചു. അതിനുശേഷം ഓരോ ചുവരിലേക്കും നോക്കാൻ തുടങ്ങി. പലപ്പോഴും ഇതിനകത്ത് എന്താണെന്നറിയാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു എന്ന് പറയാം. എപ്പോഴും മനു ഇതിനുള്ളിൽ നിൽക്കുമ്പോൾ താൻ കരുതാറുണ്ട്, ഇത്രമാത്രം ഇതിനുള്ളിൽ എന്താണുള്ളതെന്ന്. പലപ്പോഴും ഇതിനുള്ളിൽ എന്താണെന്നറിയാനും ഉള്ളിൽ കയറി കാണാനുമുള്ള ഒരു വെമ്പല് തൻ്റെ ഉള്ളിൽ ഉണ്ടാകാറുണ്ട്. ഇടയ്ക്ക് മനു എവിടെയെങ്കിലും പോകുമ്പോൾ വെറുതെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ആ മുറിയിലേക്കൊന്ന് കയറി നോക്കിയാലോ എന്ന് മനസ്സ് പലപ്പോഴും ആഗ്രഹിച്ചു പോയിട്ടുണ്ട്. എങ്കിലും അവൻ്റെ ഇഷ്ടത്തിനെതിരായിട്ട് അത് ചെയ്യണ്ടല്ലോ എന്ന് കരുതി താൻ ഇതുവരെ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല. അവനോടായിട്ട് അതിലേക്ക് തന്നെ കയറ്റുമോ എന്ന് ആവശ്യപ്പെട്ടിട്ടുമില്ല. അവിടെയുള്ള ഓരോ ചുവരുകളിലും അവൻ വരച്ച ചിത്രങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണ്. ശരിക്കും അതിനുള്ളിലേക്ക് കയറുമ്പോൾ അമ്മാളുവിൻ്റെ ഉള്ളിൽ ഇത്രയും നാളും ഉണ്ടായിരുന്ന ചിന്തകളെല്ലാം മാറി മറിയുകയായിരുന്നു എന്ന് തന്നെ പറയാം. ഈ സിനിമകളിലും സീരിയലുകളിലും കഥകളിലുമൊക്കെ ഉള്ളതുപോലെ ഇങ്ങനെയുള്ള കലാകാരന്മാരും ചെയ്യുന്നത് പോലെ ആകെ അലങ്കോലമായിട്ട് ഇട്ടിരിക്കുകയായിരിക്കും എന്നാണ് അവൾ കരുതിയിരുന്നത്. എന്നാൽ തൻ്റെ വിചാരങ്ങളൊക്കെ തെറ്റായിരുന്നു എന്ന് മനസ്സിലായി. കാരണം അത്രയും വൃത്തിയോടെയും അടുക്കും ചിട്ടയോടെയും കൂടി തന്നെയാണ് അവൻ ആ മുറി സൂക്ഷിച്ചിരിക്കുന്നത്. ഒരിടത്ത് പോലും ഒരു തുള്ളി അഴുക്കോ പൊടിയോ കാണുന്നില്ല. വരച്ചു തീർത്ത ഓരോ ചിത്രങ്ങളും മതിലിൽ വളരെ വൃത്തിയായിട്ട് തന്നെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. പോരാത്തതിന് ഷെൽഫുകളിലായിട്ട് അവിടെ കൊള്ളാതെ ചിത്രങ്ങളെല്ലാം അടക്കി വെച്ചിരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരിടത്ത് മുഴുവൻ അവൻ്റെ നിറങ്ങളും ചായക്കൂട്ടുകളും ക്യാൻവാസുകളും നിറഞ്ഞു നിൽക്കുന്നു. കൃത്യമായിട്ട് പറയുവാണെങ്കിൽ തങ്ങളുടെ ബെഡ്റൂമിൻ്റെ നേർ പകുതി വലുപ്പമുള്ളതായിട്ടാണ് ഈ മുറി വരുന്നത്. ശരിക്കു പറഞ്ഞാൽ താൻ സ്ഥിരം വൃത്തിയാക്കുന്ന തങ്ങളുടെ ബെഡ്റൂമിനേക്കാൾ വൃത്തിയിലാണ് അവൻ ഈ മുറി സൂക്ഷിച്ചിരിക്കുന്നത് എന്ന് തോന്നി അമ്മാളുവിന്. കൗതുകത്തോടെ അവിടെയുള്ള ഓരോ ചിത്രത്തിലേക്കും അവൻ ചെയ്തു വച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങളിലേക്കും ഓരോ ചെറിയ വസ്തുക്കൾ പോലും അമ്മാളു സൂക്ഷ്മതയോടെ നോക്കുകയായിരുന്നു. അതെല്ലാം നോക്കിക്കാണുന്നതിനിടയിൽ തൻ്റെ പിന്നിൽ നിൽക്കുന്നവനെ അവൾ മറന്നേ പോയിരുന്നു എന്ന് പറയാം. അത്രമാത്രം അവൾ ഓരോ ചിത്രങ്ങളും അവിടെയുള്ള ഓരോ ചെറിയ കാര്യങ്ങൾ പോലും സൂക്ഷ്മമായി തന്നെ നിരീക്ഷിക്കുന്ന തിരക്കിലായിരുന്നു. മാഡം. ഓരോ ചിത്രങ്ങളും അവൾ അത്രമാത്രം സൂക്ഷ്മതയോടെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ അവൻ്റെ കാര്യം അവൾ മറന്നേ പോയിരുന്നു. അവൾ തന്നെ ശ്രദ്ധിക്കുന്നില്ല എന്ന് കണ്ടതും അവൻ തന്നെ അവളെ വിളിച്ചു. പെട്ടെന്ന് മനു തന്നെ വിളിക്കുന്നത് കേട്ടപ്പോഴാണ് അവൾ അവൻ്റെ കാര്യം ഓർക്കുന്നത് തന്നെ. അവൾ വേഗം തന്നെ അവനെ തിരിഞ്ഞു നോക്കി. ഹൗസ് മൈ സോൾ. മുറിയാകെ ഒന്ന് കണ്ണോടിച്ചുകൊണ്ട് അവൻ അവളോട് ചോദിച്ചു. അപ്പോഴും അവളുടെ കണ്ണുകൾ ആ മുറിയിലുള്ള ഓരോ ചിത്രങ്ങളിലും ഒഴുകി നടക്കുകയായിരുന്നു. അതിന് ഞാനിത് മുഴുവനും കണ്ടു തീർന്നില്ലല്ലോ. അവളുടെ കണ്ണുകൾ അപ്പോഴും അവിടെയുള്ള ഓരോ ചിത്രങ്ങളിലും തന്നെ തങ്ങി നിൽക്കുകയായിരുന്നു. വാക്കുകളിൽ ആശ്ചര്യം. അവൾക്കതെല്ലാം എത്രത്തോളം ഇഷ്ടപ്പെട്ടു, അവൾ എത്രമാത്രം അതെല്ലാം ആസ്വദിക്കുന്നുണ്ട് എന്നവന് അവളുടെ വാക്കുകളിൽ നിന്ന് തന്നെ മനസ്സിലായി. ഓക്കെ, കണ്ടിന്യൂ. അവൻ പറഞ്ഞതും അവൾ വീണ്ടും ഓരോ ചിത്രങ്ങളും നോക്കുകയായിരുന്നു. സാഹിത്യം, കല അങ്ങനെയുള്ള രീതികളിൽ വലിയ പിടുത്തമൊന്നുമില്ല. അവൻ ഈ വരച്ചിരിക്കുന്ന ചിത്രങ്ങളുടെ അർത്ഥം എന്താണെന്നോ അതുകൊണ്ട് അവൻ എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നതെന്നോ ഒന്നും അവൾക്ക് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടായിരുന്നില്ല എന്ന് പറയാം. എങ്കിലും അവൻ വരച്ച ഓരോ ചിത്രങ്ങൾക്കും വല്ലാത്തൊരു ഭംഗിയുള്ളതുപോലെ തോന്നി അവൾക്ക്. ചില ചിത്രങ്ങളിലൊക്കെ ആളുകളെയും രൂപങ്ങളെയും ഒക്കെ വരച്ചിരിക്കുന്നത് ശരിക്കും ജീവനുള്ളതുപോലെ തോന്നി അവൾക്ക്. എന്ത് ഭംഗിയാ മനുവേട്ട ഓരോ ചിത്രങ്ങളും കാണാൻ. അവൾക്ക് അതിൽ നിന്നൊന്നും കണ്ണെടുക്കാൻ തോന്നുന്നില്ലായിരുന്നു എന്ന് തന്നെ പറയാം. അതിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് അവൾ ഓരോ ചിത്രങ്ങളും നോക്കി നോക്കി അവനോട് ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അവളുടെ മുഖത്ത് വിരിയുന്ന ഓരോ ഭാവങ്ങളും അവൾ ചോദിക്കുന്ന ഓരോ കാര്യങ്ങൾക്കും ഉത്തരം പറഞ്ഞുകൊണ്ട് മനു അവളുടെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. അവൻ അവളുടെ മുഖഭാവങ്ങളും അവളുടെ പ്രവൃത്തികളുമൊക്കെ ആസ്വദിക്കുകയായിരുന്നു എന്ന് തന്നെ പറയാം. അമ്മു. കുറച്ചു നേരം കഴിഞ്ഞിട്ടും അവളുടെ അനക്കമൊന്നുമില്ല എന്നായതും അവൻ വിളിച്ചു. തുടരും. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ടായിട്ട് നാളെ വരാട്ടോ. ബൈ.